ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 26ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെയുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെ വീഡിയോസൊക്കെ കാണുക. അതിലെല്ലാം പ്രീവിയസ് ക്വസ്റ്റിനും അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പോയിൻറ്റ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 10th പ്രിലിമിനറി ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ എടുക്കുന്നത് കായലുകളും ദേശീയോദ്യാനങ്ങളും, കേരളത്തിലെ കായലുകളും ദേശീയോദ്യാനങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ്. അതേപോലെ തന്നെ ഈ കേരള ജിയോഗ്രഫിയിൽ നിന്ന് 2 വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ PDF നോട്ടുകൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അത് വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. കറണ്ട് അഫയേഴ്സിൻ്റെ പോൾസും നമ്മൾ ടെലഗ്രാമിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ 2024 PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡെയിലി പോൾസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ നിങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കായലുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കായലുകൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമൊക്കെ കേരളമാണ്. അപ്പോൾ കേരളത്തിൽ എത്ര കായലുകളാണുള്ളത്? 34 കായലുകളാണുള്ളത്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34ആണ്. അപ്പോൾ ഈ കായലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ്. കടലിനോട് ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റിലുള്ള പോയിൻ്റാണ്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കായലുകൾ എന്ന് പറയുന്നത്. 34 കായലുകളാണുള്ളത്. അതിൽ തന്നെ 27 എണ്ണം സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 27 എണ്ണം സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ബാക്കിയുള്ള 7 എണ്ണം എന്താണ്? ഉൾനാടൻ ജലാശയങ്ങളാണ്. ഉൾനാടൻ ജലാശയങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയാണ്? 7ആണ്. അപ്പോൾ ടോട്ടൽ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. അതിൽ 27 എണ്ണം സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയും 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ്. ഇനി അഴി എന്താണ്? പൊഴി എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അഴി എന്ന് പറഞ്ഞാൽ കായൽ കടലുമായി ചേരുന്ന ഭാഗത്തെ പ്രദേശമാണ്. കായൽ കടലുമായി ചേരുന്ന ആ ഭാഗം, കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്തെ നമ്മൾ അഴി എന്ന് പറയും. അപ്പോൾ ആ പ്രദേശത്ത് കായൽ കടലുമായി ചേർന്നുണ്ടാകുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി എന്ന് പറയുന്നത്. അപ്പോൾ കടൽ കായലുമായി ചേർന്ന ആ പ്രദേശം അറിയപ്പെടുന്നത് അഴി എന്നും, ആ പ്രദേശത്ത് രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്നത് പൊഴി എന്നുമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, രണ്ടും പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഓരോ കായലുകൾ നോക്കാം. വേമ്പനാട്ട് കായൽ. അപ്പോൾ വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായിട്ടുള്ള കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലും നീളം കൂടിയ കായലുമാണ്, അതുപോലെ തന്നെ വലുതുമാണ് കേരളത്തിലെ. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമാണ്. ഓക്കെ, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം ഏതാ? വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ഈ വേമ്പനാട്ട് കായൽ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളാണ് വേമ്പനാട്ട് കായലും അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും. അപ്പോൾ അതിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002ലാണ്. 2002ലാണ് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണിത് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ചോദിച്ചിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, ആലപ്പുഴയാണ്. ഇനി കൊച്ചി കായൽ എന്നത് അറിയപ്പെടുന്നുണ്ട്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതാ? വേമ്പനാട്ട് കായലാണ്. അതേപോലെ തന്നെ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു. പുന്നമടക്കായൽ എന്ന് എവിടെയാണ് അറിയപ്പെടുന്നത്? കുട്ടനാട്ടിൽ അറിയപ്പെടുന്നതാണ് കേട്ടോ. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് ഈ പുന്നമടക്കായലിലാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. കുട്ടനാട്ടിൽ ഈ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ എന്നാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലിലാണ്. ഇനി വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ്. കൊച്ചിയിൽ വീരൻപുഴ എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. ഇനി തണ്ണീർമുക്കം ബണ്ട്
തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ത്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന് കുറുകെയാണ്. ഇനി ആലപ്പുഴ ജില്ലയിലുള്ള ഈ കായൽ, അതായത് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കായലാണ് കൈതപ്പുഴ കായൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടെ? ആലപ്പുഴ ജില്ലയിൽ. വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലുള്ള കായലാണ് ഏത്? കൈതപ്പുഴ കായൽ എന്ന് പറയുന്നത്. ഇനി തോട്ടപ്പള്ളി സ്പിൽവേ അതെന്തിനുള്ളതാ? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായിട്ട് വേമ്പനാട്ടു കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ്. വേമ്പനാട്ടു കായലിൽ നിർമ്മിച്ചിട്ടുള്ള തടയണ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തോട്ടപ്പള്ളി സ്പിൽവേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള തോട്ടപ്പള്ളി സ്പിൽവേ ഏതിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? വേമ്പനാട്ടു കായലിലാണ്. ഇനി വൈക്കം ക്ഷേത്രം, കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായലാണ്. വൈക്കം ക്ഷേത്രം. ഇനി ഈ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന കുറേ ദ്വീപുകളുണ്ട്. ചോദിച്ചിട്ടുണ്ട്, കുറേ ദ്വീപുകളുണ്ട്. അതേതൊക്കെയാണ്? ഇതെല്ലാം പഠിച്ചിരിക്കണം. പാതിരാമണൽ, അതേപോലെ തന്നെ വൈപ്പിൻ, പാതിരാമണൽ, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, പാതിരാമണൽ, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി. ഓക്കെ, അപ്പോൾ ഈ ദ്വീപുകളൊക്കെ ഏതൊക്കെയാണ്? പാതിരാമണലുണ്ട്, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഇനി പെരുമ്പളം ദ്വീപ്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. അപ്പോൾ വേമ്പനാട്ട് കായലിനെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കുക. ഈ വേമ്പനാട്ട് കായലിൻ്റെ നീളം, ഏറ്റവും നീളം കൂടിയതാണെന്ന് നമ്മൾ പറഞ്ഞത്. എത്രയാണ്? 96 കിലോമീറ്ററാണ്. 96 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി അഷ്ടമുടി കായൽ രണ്ടാമത്തെ വലിയ കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. ആശ്രാമം കായൽ എന്നും അറിയപ്പെടുന്നത് ഏതാ? അഷ്ടമുടി കായലാണ്. ചോദിച്ചിട്ടുണ്ട് ആശ്രാമം കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. അപ്പോൾ ഇതും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2002 തന്നെ. അഷ്ടമുടി കായലിനെയും ശാസ്താംകോട്ട കായലിനെയും വേമ്പനാട്ട് കായലിനെയും ഉൾപ്പെടുത്തിയത് 2002 അഷ്ടമുടി കായലിൻ്റെ ആകൃതി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പനയോലയുടെ ആകൃതി അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതി. ഇനി ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നമ്മൾ പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ, അത് വേമ്പനാട്ട് കായലാണ്. ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. അപ്പം നെഹ്റു ട്രോഫി പുന്നമട കായൽ, പ്രസിഡന്റ് ട്രോഫി അഷ്ടമുടി കായൽ. ഇനി അതുപോലെ തന്നെ ഈ അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകൾ, അഷ്ടമുടി കായലിൽ കാണപ്പെടുന്ന 8 ചെറിയ ദ്വീപുകളെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് മൺട്രോ തുരുത്ത്. എവിടെയാണ് കാണപ്പെടുന്നത്? അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകളാണ് മൺട്രോ തുരുത്ത്. ഓക്കെ, അപ്പോൾ ഈ കല്ലടയാറും അഷ്ടമുടി കായലും കൂടി ചേരുന്ന ഭാഗമാണ് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നത്. മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? കല്ലടയാറും അതുപോലെ തന്നെ അഷ്ടമുടി കായലും. കല്ലടയാറും അഷ്ടമുടി കായലും കൂടിച്ചേരുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് എന്ത്? മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ്. അപ്പോൾ നമ്മൾ കടലുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രദേശത്തെ നമ്മൾ അഴി എന്ന് പറയും. അപ്പോൾ ഈ കായൽ, അഷ്ടമുടി കായൽ ഏത് കടലിലാണ് ചെന്ന് പതിക്കുന്നത്? അറബിക്കടലിലാണ്. അപ്പോൾ ആ പ്രദേശം ഇവിടെ വെച്ചിട്ട് നീണ്ടകര അഴി എന്ന് പറയും. അഴി എന്ന് പറഞ്ഞാൽ കായലും കടലും ചേരുന്ന ആ പ്രദേശമാണ്. ഓക്കെ, അപ്പോൾ നീണ്ടകര അഴി എന്ന് പറഞ്ഞാൽ അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന ആ സ്ഥലം. അപ്പോൾ അതിനെ നമ്മൾ നീണ്ടകര അഴി എന്നാ പറയുക. അപ്പം നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഷ്ടമുടി കായലിലാണ് ഈ പെരുമൺ തീവണ്ടി അപകടം നടന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നടന്നത് അഷ്ടമുടി കായലിലാണ്. ഏത് വർഷം? 1988 ജൂലൈ 8. ഇത് ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുള്ളതാണ്. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടം നടന്നത്. എവിടെയാണ്? അഷ്ടമുടി കായലിലാണെന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക.
ഇനി ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. അഷ്ടമുടി കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടി കായൽ. ശാസ്താംകോട്ട കായൽ എഫ് ആകൃതിയിലുള്ളതാണ്. അപ്പോൾ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയിലുള്ള കായലാണ്. ഇനി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ 2002 റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002 അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാ? പൂക്കോട് തടാകമാണ്. ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ല. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളതാണ്. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് ഏത്? പൂക്കോട് തടാകം. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്. വയനാട് ഏത് ജില്ലയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതും ചോദിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് പൂക്കോട് തടാകം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു തടാകമുണ്ട്. അതേതാ? മേപ്പാടിയാണ്. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം മേപ്പാടി, വയനാടാണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകമാണ് കേട്ടോ. മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത്? മാനാഞ്ചിറ, കോഴിക്കോട്. അപ്പോൾ മാനാഞ്ചിറ ഏത് ജില്ലയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയാണെന്ന് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ മാനാഞ്ചിറ, കോഴിക്കോട്. ഇനി വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. ഉപ്പളക്കായൽ എവിടെയാണ്? കാസർഗോഡാണ്. വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ്. ഇനി തെക്കേ അറ്റത്തുള്ള കായലാണ് വേളിയാണ് തെക്കേ അറ്റത്തുള്ള കായൽ. എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ഇനി തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായണി. വെള്ളായണി കായൽ എന്ന് പറയുന്നത് എവിടെയാണത്? അതും തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി BM കായൽ ചോദിച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? മലപ്പുറത്താണ്. കവ്വായി കായൽ, ഇതൊക്കെ ഉൾനാടൻ ജലാശയങ്ങളാണ്, ഉൾനാടൻ കായലുകളാണ്. 7 പറഞ്ഞില്ലേ, അതിലുള്ളതാണ് ഈ കവ്വായി കായൽ. എവിടെയാണ്? കണ്ണൂരാണ്. ഇനി ഏനാമാക്കൽ, മുരിയാട്, ചേറ്റുവ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഏനാമാക്കൽ, മുരിയാട് ചോദിച്ചിട്ടുള്ളതാണ്. ചേറ്റുവ എന്ന് പറയുന്നതൊക്കെ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാ? ആക്കുളം കായലാണ്. ട്രിവാൻഡ്രം. അപ്പോൾ ഇനി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ കാണപ്പെടുന്ന കായലാണ് ഏത്? ഇടവാനടയറ കായലുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് ഇടവാനടയറ കായൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ദേശീയോദ്യാനങ്ങളെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSC ഇപ്പോഴും 5 എന്ന് തന്നെയാണ് കൊടുക്കാറ്. ശരിക്കും 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. പക്ഷെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഇപ്പോഴും 5 തന്നെയാണ്. ഓക്കെ. അപ്പോൾ ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഈ 5 എണ്ണം PSC പറയുന്ന 5 എണ്ണം ഏതൊക്കെയാണ്? ഇരവിക്കുളം, അതുപോലെ സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഈ 5 എണ്ണമാണ് പറയുന്നത്. ഇരവിക്കുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഇനി പെരിയാറും ഇപ്പോൾ ദേശീയോദ്യാനമാണ്. അത് PSC ഇപ്പോൾ പറയാറില്ല. 6 എന്നുള്ള നമ്പർ അല്ല കൊടുക്കാറ്, 5 ഫൈനൽ ആൻസർ കീ ആയിട്ടും കൊടുക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം ഉള്ളത് ഇടുക്കിയിലാന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, അതേപോലെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ, അതേപോലെ ഏറ്റവും വലുത്. ഇനി ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഒക്കെ ഏതാണ്? ഈ
ഇരവിക്കുളമാണ്. എല്ലാം ഇരവിക്കുളമാണ്. അപ്പോൾ ഇരവിക്കുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, ഏറ്റവും വലിയ ദേശീയോദ്യാനം, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. ഇനി ഇരവിക്കുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978-ലാണ്. 1978-ലാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ 1975 നമ്മൾ ഇതിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരവിക്കുളത്തെ വന്യജീവി സങ്കേതമായിട്ട് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975-ലാണ്. ഇരവിക്കുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978-ലുമാണ്. ഇനി തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്കറിയാം ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവിക്കുളമാണ്. അതേപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള രാജമല സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഇരവിക്കുളത്താണ്. ഇനി ഇരവിക്കുളത്ത് സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. അപ്പോൾ വരയാടിനെയാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്. എവിടെ? ഈ ദേശീയോദ്യാനത്തിൽ, ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാ? വരയാടാണ്. വരയാട് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ്. ചോദിച്ചിട്ടുള്ളതാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം ഏതാണെന്ന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വരയാടാണ്. അപ്പോൾ ഈ വരയാടിൻ്റെ സയൻറ്റിഫിക് നെയിമും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുക. എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നുള്ളതാണ്. അപ്പോൾ ഇരവിക്കുളത്തെ പറ്റിയിട്ട് ഇത്രയും പഠിച്ചിരിക്കുക. ഇനി സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. അപ്പോൾ ചിവീടുകളില്ലാത്തത് കൊണ്ടാണ്, ചിവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് ഈ സൈലന്റ് വാലിക്ക് ഈ പേര് കൊടുത്തത്. അപ്പോൾ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ മഴക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണെന്ന് ചോദിച്ചാലും കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയാണ്. എന്താ? രണ്ടാമത്തെയാണ്. ഏക നിത്യഹരിത മഴക്കാടാണ്, ഏറ്റവും വലിയ മഴക്കാടാണ്, ഏക കന്യാവനം, ഏറ്റവും ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം, അതേപോലെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ഇനി പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ഏതാ? സൈലന്റ് വാലിയാണ്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനമാണ്. ഇനി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ്. 1984 ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് 1985. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് 1984. ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985. ഇനി ഇത് ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ചോദിച്ചിട്ടുണ്ട്. ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007-ലാണ്. 2007-ലാണ്. ഇനി സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ഇനി പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ഏതാന്ന് ചോദിച്ചാലും സൈലന്റ് വാലിയാണ്. നമുക്കറിയാം ഇത് ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. അപ്പം നീലഗിരി, പശ്ചിമഘട്ടം എന്നീ എന്നിവയുടെയൊക്കെ ഭാഗമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. ഇനി സിംഹവാലൻ കുരങ്ങുകൾ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട്. മക്കാക്ക സിലനസ് ആണ്. മക്കാക്ക സിലനസ്. അപ്പോൾ ഈ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണ്? അവിടെ വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാനുള്ള കാരണം. അപ്പോൾ ഈ വെടിപ്ലാവിൻ്റെ സയൻറ്റിഫിക് നെയിമും പഠിക്കുക. കുലീനിയ എക്സാറിലാറ്റ എന്നുള്ളതാണ് വെടിപ്ലാവിൻ്റെ സയൻറ്റിഫിക് നെയിം.
ഇനി അതേപോലെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2009 ഇനി ഇവിടെ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി, ഇവിടെ കാണപ്പെടുന്ന പക്ഷിയാണ് ബ്ലാക്ക് ബുൾബിൾ. ഇവിടെ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡാണ് ഏത്? ഏറിയ ത്യാഗി എന്ന് പറയുന്ന ഓർക്കിഡ് കാണപ്പെടുന്നത് സൈലൻറ്റ് വാലിയിലാണ്. ബ്ലാക്ക് ബുൾ എന്ന് പറയുന്ന പക്ഷി കാണപ്പെടുന്നതും സൈലൻറ്റ് വാലിയിലാണ്. ഇനി സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. അപ്പോൾ നമുക്കറിയാം മീൻവല്ലം പദ്ധതി എവിടെയാണ്? തൂതപ്പുഴയിലാണ് മീൻവല്ലം പദ്ധതി. ഇനി കുന്തിപ്പുഴ എന്ന് പറഞ്ഞാൽ മലിനീകരണം കുറവുള്ള പുഴയാണ് കുന്തിപ്പുഴ. അതേപോലെ തന്നെ പാത്രക്കടവ് പദ്ധതി ഉള്ളത് കുന്തിപ്പുഴയിലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാ? തൂതപ്പുഴ. അതിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഇനി ആനമുടിച്ചോലയുണ്ട്, മതികെട്ടാഞ്ചോലയുണ്ട്, പാമ്പാടും ചോലയുണ്ട്. ഇതെല്ലാം 2003 നിലവിൽ വന്നത്. 2003. ഓക്കെ, ഇതെല്ലാം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ആനമുടിച്ചോല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. മതികെട്ടാഞ്ചോല ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടെ ആനമുടിച്ചോലയിൽ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആനമുടിച്ചോലയിലാണ്. അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. 2003 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. മതികെട്ടാഞ്ചോലയും ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ്. ഇനി അതേപോലെ ഈ മതികെട്ടാഞ്ചോലയിലെ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം, മതികെട്ടാഞ്ചോലയിലെ ഉയർന്ന പ്രദേശം ഏതാ? കാട്ടുമലയാണ്. അതേപോലെ തന്നെ പാമ്പാടും ചോല ഇടുക്കിയിലാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇനി നമ്മൾ പറഞ്ഞു 6ാമത്തെ പെരിയാറുണ്ട്. പെരിയാർ എവിടെയാ? പീരുമേട് താലൂക്കിലാണ്. ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പെരിയാർ ദേശീയോദ്യാനത്തിലെ ഉയരം കൂടിയ പ്രദേശം, നമ്മൾ നേരത്തെ പറഞ്ഞു മതികെട്ടാഞ്ചോലയിലെ ഉയരം കൂടിയ പ്രദേശം കാട്ടുമലയാണ്. അതുപോലെ പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കോട്ടമലയാണ്. ഇത് കാട്ടുമല, ഇത് കോട്ടമല, ഉയരം കൂടിയ പ്രദേശം. ഓക്കെ, ഈ പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഇത് കോട്ടമല. മതികെട്ടാഞ്ചോലയിലുള്ളത് കാട്ടുമലയാണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇതെല്ലാം പ്രീവിയസ് പോയിന്റ്സ് തന്നെയാണ്. ആനമുടിച്ചോലയിലെ വെള്ളച്ചാട്ടം തൂവാനം, മതികെട്ടാഞ്ചോലയിലെ ഉയർന്ന പ്രദേശം അത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ഇനി ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ? പാമ്പാടും ചോലയാണ്. പിന്നെ പെരിയാർ പീരുമേട് താലൂക്കാണ്. അവിടുത്തെ ഉയർന്ന പ്രദേശം കോട്ടമലയാണ്. ഏലം കുന്നുകളുടെ മധ്യത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയോദ്യാനങ്ങളെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് എല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് പോലും ഇതിലത്തെ വിടാതെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്